ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയിട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. ഞാൻ 2-3 വർഷം മുന്നേ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാം, എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും കേട്ടോ. കാരണം ഞാൻ ബാൽക്കണിയിലാണ് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അയൽവാസികളൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അലറുന്നതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എംബ്രോയ്ഡറി ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ വൈറ്റ് ഡ്രസ്സ് കണ്ടിട്ട് എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കലാപരമായ എൻ്റെ കഴിവുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കേട്ടോ. ഇതിലാകുമ്പോൾ നന്നായിട്ട് അറിയാനും പറ്റുമല്ലോ. ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായ സെറ്റാണ് കേട്ടോ. ഇത് നീഡിലിൻ്റെ 25 എണ്ണം വരുന്നതിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ കുറേ എണ്ണമൊക്കെ ഞാൻ ഓരോ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് എവിടേക്കോ ആണ് കേട്ടോ. പിന്നെ യെല്ലോ കാർബൺ പേപ്പർ നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ പകർത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ പേപ്പർ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പണ്ടത്തെ കറണ്ട് ബില്ലിൻ്റെ കൂടെയൊക്കെ കിട്ടുന്നത്. അത് ബ്ലൂ, ഇത് റെഡ്, യെല്ലോ. പിന്നെ ഈ ടൈപ്പ് നൂല്, ഈ നൂല് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു പെൻസില്, പിന്നെ ആ ഡ്രസ്സൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിങ്. ഞാൻ ആദ്യം കാർബൺ പേപ്പർ ചില സമയത്ത് കളറ് വരാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് വെച്ച് വരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചിത്രമാണ് ഞാൻ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ഈ ലാവൻഡറിൻ്റെ കേട്ടോ. ഓരോരുത്തരുടെ ഡ്രസ്സിൽ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് വരച്ചതാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സിലേക്ക് വെച്ച് പകർത്താൻ നോക്കിയിട്ട് ആ ഡ്രസ്സിൻ്റെ ലൈന് ഉള്ളതുകൊണ്ടാണോ കട്ടിയുള്ള ഡ്രസ്സായിട്ടാണോ അറിയില്ല, അങ്ങോട്ട് പകർന്ന് വരുന്നത്. ചെറിയൊരു ഭാഗത്ത് മാത്രം ഒരു യെല്ലോ കളർ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പെൻസിൽ വെച്ച് വരച്ച് നോക്കിയപ്പോഴും ആവുന്നില്ല. പിന്നെ ഞാൻ പെന്ന് വെച്ചിട്ടാണ് വരച്ചത്. പിന്നെ ഡ്രസ്സ് ആ റിങ്ങിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് തുന്നാനുള്ള പണിയുള്ളൂ കേട്ടോ. പണി എളുപ്പമെന്നല്ല, ഇത്തരം പണികൾ ചെയ്യുന്നവർക്കറിയാം ഇത് എത്രത്തോളം പാടുള്ള പണിയാണെന്നുള്ളത്. പിന്നെ അതാ ഞാൻ നൂല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചി എടുക്കുകയാണ് കേട്ടോ. എല്ലാ സൂചിയും ഒരേതായിരിക്കില്ല, അതിൻ്റെ ഹോളിൽ വ്യത്യാസം ഉണ്ടാവും. ഈ നമ്മൾ തുന്നെടുക്കുന്ന നൂല് 6 ഇഴ ഉള്ളതുകൊണ്ട് അത് കയറാൻ പാകത്തുള്ള ഹോളിലുള്ള സൂചി വേണ്ടിയിട്ട് എടുക്കാൻ ഞാനത് അതിൽ നടുവിലുള്ള സൂചിയാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ വരച്ച് വെച്ച ചിത്രം ലാവൻഡറിൻ്റെ കേട്ടോ. കുറേ പേര് അത് ഡ്രസ്സിലൊക്കെ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറേ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിന് പറ്റിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് കിട്ടിയത്. ലാവൻഡറിന് വേണ്ടിയിട്ട് വയലറ്റ് നൂലും പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് പച്ച നൂലും കേട്ടോ എടുത്ത്. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3/4 മണിക്കൂറാട്ടോ എടുത്തത്. ഇതാണ് എൻ്റെ മോഡൽ ഇട്ട് കൊടുത്തിട്ടുള്ള ലുക്ക്. ഇതാണ് കേട്ടോ. വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.